തന്ത്രി കണ്ഠരര് രാജീവർക്ക് പിന്തുണയുമായി ബി.ജെ.പി. തന്ത്രിയുടെ അറസ്റ്റ് ജനശ്രദ്ധ തിരിക്കാനാണെന്നാണ് സംശയമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ വാദം. വിവരങ്ങളുമായി മാനസ മനോജ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മാനസ, ഏതായാലും ഈ സ്വർണ്ണമോഷണ കേസിൽ തന്ത്രി അറസ്റ്റിലായതാണ് ബി.ജെ.പിക്ക് ഇപ്പോൾ വലിയ വിഷമമുണ്ടാക്കുന്നത്. അയ്യപ്പൻ്റെ സ്വർണം കട്ടുമുടിച്ചവരിൽ എല്ലാവരും അതുമായി ബന്ധപ്പെട്ട നിരവധി പേർ അറസ്റ്റിലാകുമ്പോൾ തന്ത്രി പ്രധാന പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുമ്പോൾ ഹൈക്കോടതി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന അന്വേഷണ സംഘം ഈ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്ത്രിയെ അകത്തിടുമ്പോൾ റിമാൻഡ് ചെയ്യുമ്പോഴാണ് ബി.ജെ.പിക്ക് വലിയ വിഷമം ഉണ്ടാകുന്നത്. എന്താണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ കാര്യങ്ങൾ? രാവിലെ നമ്മൾ കണ്ടതാണ് ബി.ജെ.പി. നേതാക്കൾ ആലപ്പുഴയിൽ കണ്ഠരര് രാജീവരുടെ വീട്ടിൽ സന്ദർശനം നടത്തുകയും അദ്ദേഹത്തിന് പിന്തുണ അറിയിക്കുകയും ചെയ്തത്. എന്താണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ വാദങ്ങൾ? തീർച്ചയായും ഷിജു സൂചിപ്പിച്ചതുപോലെ തന്നെ തന്ത്രി അറസ്റ്റിലായതാണ് ഇപ്പോൾ ബി.ജെ.പിക്ക് വലിയ വിഷമമുണ്ടാക്കിയത് എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. തന്ത്രിയെ പിന്തുണച്ചുകൊണ്ടാണ് ബി.ജെ.പിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം ഉണ്ടായത്. രാവിലെ തന്ത്രിയുടെ വീട്ടിലെത്തി പിന്തുണ പ്രഖ്യാപിക്കുന്ന രീതിയിൽ, അതായത് വീട്ടിലെത്തി സന്ദർശിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ തന്ത്രിക്ക് പിന്തുണ അറിയിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വാർത്താ സമ്മേളനത്തിലും തങ്ങളുടെ നിലപാട്, അതായത് തന്ത്രിക്ക് പിന്തുണ അറിയിക്കുന്നതാണ് തങ്ങളുടെ നിലപാട് എന്ന് ആവർത്തിച്ച് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. തന്ത്രിയുടെ അറസ്റ്റ് ജനശ്രദ്ധ തിരിക്കാനാണെന്നാണ് സംശയമെന്നാണ് പറയുന്നത്. അതിൽ തന്നെ മനസ്സിലാക്കുന്നത്, അതായത് തന്ത്രിക്കെതിരെ ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടാണ് പോലീസ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്, അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതൊന്നും തന്നെ ശരിയല്ല, തെറ്റാണ് എന്ന രീതിയിലുള്ള കാര്യത്തിലേക്കാണ്, അതായത് സ്വർണം മോഷ്ടിച്ച ആളുകളെയൊക്കെയും തന്നെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം കൂടി തന്നെയാണ് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. തന്ത്രിയുടെ ഇടപെടൽ അത് എത്രത്തോളമാണ് ഗൂഢാലോചനയിലും അതോടൊപ്പം തന്നെ സ്വർണ്ണക്കവർച്ച നടത്തുന്നതിലും എത്രത്തോളമാണ് ഇടപെടൽ തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നത് മറ്റു പ്രതികളുടെ മൊഴികളിൽ നിന്നും, അതായത് ഉദ്യോഗസ്ഥരടങ്ങിയ പ്രതികളുടെ മൊഴികളിൽ നിന്നും വരെ വ്യക്തമായതാണ്. അതിന്റെ തെളിവുകളും അന്വേഷണ സംഘം ഒരുപക്ഷേ അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നീണ്ട നാളുകൾ നടത്തിയ അന്വേഷണം, അതിനുശേഷം 5.5 മണിക്കൂറോളമാണ് ഈ കണ്ഠരര് രാജീവരെ ചോദ്യം ചെയ്തത്. അതിനുശേഷമാണ് അറസ്റ്റിലേക്ക് നീങ്ങുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നത്. ഈ തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം വലിയ തരത്തിൽ തന്ത്രി അറിയാതെ ഈ സ്വർണ്ണപ്പാളികൾ, ദ്വാരപാലക ശില്പങ്ങൾ അവിടെ നിന്ന് ഇളക്കിക്കൊണ്ടുപോകില്ല. വലിയ ഗുരുതരമായ കുറ്റം തന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അതിൽ വിഷമമുണ്ടാകുന്ന ബി.ജെ.പിയുടെ തന്ത്രം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് അന്വേഷണ സംഘം ശരിയായ ദിശയിൽ അന്വേഷണം ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് അവരെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരെ പിന്തുണക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും പ്രതികരണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണവും വാക്കുകളും എന്ന് പറയുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ കേട്ടതും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കുറ്റവാളികളെ, അതായത് തന്ത്രി കണ്ഠരര് രാജീവിനെ എന്തിനാണ് രാജീവ് ചന്ദ്രശേഖർ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നത് എന്ന ചോദ്യം കൂടിയാണ് ജനങ്ങളിൽ. അതായത് ശബരിമലയിൽ ഏതൊരു സാധനം ആണെങ്കിലും ഏതൊരു ആണെങ്കിൽ കൂടിയും അത് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ആദ്യം അറിയുക തന്ത്രിയാണ്. തന്ത്രി അറിയാതെ ഒരു സംഭവവും അവിടെ നടക്കാൻ സാധ്യതയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശ്വാസ സമൂഹത്തിനും ജനങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണ് തന്ത്രിക്ക് ഇതിലുള്ള പങ്ക് എത്രത്തോളമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയതും തെളിവുകൾ ശേഖരിച്ചതും അതിന് പിന്നാലെ കോടതിയെ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തി അറസ്റ്റ് വരെ രേഖപ്പെടുത്തിയതും. അങ്ങനെയുള്ള ഒരു പ്രതിക്ക് വേണ്ടിയാണ് ബി.ജെ.പി. ഇത്തരത്തിൽ സംരക്ഷണം ഒരുക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും ഇത് ജനങ്ങൾ തിരിച്ചറിയും എന്ന് തന്നെയാണ്. അതായത് ആരാണോ കുറ്റവാളി എന്ന് കണ്ടെത്തുമ്പോൾ ശരിയായ പ്രതിയിലേക്ക് എത്തുമ്പോൾ അവരെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് ബി.ജെ.പി. മാറുന്നു. ഒരു വിശ്വാസ സമൂഹത്തെ തന്നെ തള്ളിക്കൊണ്ടുള്ള ഒരു പ്രതികരണമായി പോയി രാജീവ് ചന്ദ്രശേഖരന്റേത് എന്നതടക്കമുള്ള വിമർശനങ്ങളും ഇതിനോടകം തന്നെ ബി.ജെ.പിക്കകത്ത്, അതായത് മറ്റ് സംഘടനകളിൽ, യുവമോർച്ച പോലുള്ള സംഘടനകളിലൊക്കെയും തന്നെ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖരന്റെ മനോജാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണമോഷണ കേസിൽ അറസ്റ്റിലായ തന്ത്രിക്ക് പിന്തുണയുമായി ബി.ജെ.പി. എത്തുന്നു. പുതിയ തന്ത്രം, ഈ അറസ്റ്റിനെ ഒരവസരമാക്കുന്ന ബി.ജെ.പിയുടെ പുതിയ തന്ത്രമാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.